ഇപ്പം നമ്മുടെ മാന്നാർ ഗേൾസിൻ്റെ ലെറ്റർ ചലഞ്ച് ആരംഭിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കേണ്ട അക്ഷരങ്ങൾ നമുക്ക് ഇപ്പം തന്നെ നിറക്കിട്ടങ്ങ് എടുക്കാം. അപ്പം ഓരോരുത്തർ ഈ കുറിയിൽ നിന്ന് എടുക്കുക. ഒന്നും താഴെ പോയിട്ടുണ്ട്. ഓരോരുത്തരുടെ അക്ഷരം നോക്കിയിട്ട് പറയുക. എനിക്ക് കിട്ടിയ അക്ഷരം തായാണ് ഗൈസ്. തായാണ് അക്ഷരം കിട്ടിയിരിക്കുന്നത്. നമുക്ക് താ കൊടുക്കാം. ഹിബ ഫാത്തിമയ്ക്ക് താ. എനിക്ക് കിട്ടിയത് അക്ഷരം പായാണ് ഗൈസ്. സഫ്നയ്ക്ക് ആയാണ് കിട്ടിയിരിക്കുന്നത്. മായാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. ഹിന ഫാത്തിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് മായാണ്. ഹസ്ന എസിന് കിട്ടിയിരിക്കുന്നത് പായാണ്. അപ്പം അവരവരുടെ അക്ഷരങ്ങൾ കഴുത്തിൽ തൂക്കിയിടുക കാണുന്ന രീതിയിൽ. അപ്പം ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം നിങ്ങൾ ആ അക്ഷരം തുടങ്ങുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ അക്ഷരം വെച്ചുള്ള മറുപടി ഉത്തരമായിരിക്കണം. 5 സെക്കൻഡൊക്കെ ആയിരിക്കും സമയം തരുന്നത്. പെട്ടെന്ന് പറയണം. ഓരോ ഉത്തരത്തിനും ഓരോ പോയിൻ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോയാൽ മൈനസ് മാർക്കും ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം? അപ്പവും ചിക്കൻ കറി. ഓക്കെ, അടുത്താണ്. മന്തി, തക്കാളി കറിയും ചമ്മന്തിയും. കൊള്ളാം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാണ്. അപ്പം താഴെയുള്ള ആൾ തന്നെ തുടങ്ങിക്കോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? തായ്ലൻഡ്, മാന്നാർ. അമേരിക്ക. അമേരിക്ക പോവാം. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. മലയാള സിനിമയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ? ഇത്രയും നടന്മാരുണ്ടായിട്ട് ഓഹോ, കൊള്ളാം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൈക്ക് മാ എന്ന അക്ഷരത്തിന് കൈമാറുക. ഇഷ്ടപ്പെട്ട നടി നിങ്ങൾക്ക് മലയാളത്തിൽ നിന്ന് പറയണം. പാർവതി എന്താ, പാർവതി നമ്പ്യാർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പാർവതി തിരുവോത്ത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, പാർവതി. ഓക്കെ. അനാർക്കലി. താവച്ചെന്താണ്? തിങ്കളെ പാട്ടുള്ള സിനിമയിൽ അഭിനയിച്ച നവ്യാനായ. ഓഹോ, അത് കറങ്ങി തിരിഞ്ഞൊക്കെ അങ്ങ് വന്നല്ലോ. അത് അംഗീകരിച്ച് കൊടുക്കണോ? നിങ്ങൾ പറയണോ? അത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഒത്തിരി കറങ്ങിയൊക്കെ പോയാണ് ഉത്തരം പറഞ്ഞത്. പറ, അല്ലെ നിങ്ങൾക്ക് വേറെ ഉത്തരം പറയണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അസാധുവാക്കാം. താവച്ചൊരു നടിയുടെ പറയൂ. എന്തെങ്കിലും ഉണ്ടോ? തിലോത്തമ എന്ന് പറയുന്ന നടിയില്ലേ പഴയ? അത് സിനിമ പേരാണോ? അത് ഉണ്ടോ? തിലോത്തമ നടിയുണ്ട്. തിലോത്തമ, എൻ്റെ ഊഹം ശരിയാണ്, തിലോത്തമ നടിയുണ്ട്. അപ്പം അത് അസാധുവായ ഉത്തരം. അപ്പോൾ ഒരു പോയിന്റ് മൈനസ് ആണേ കേട്ടോ. താഴെ ഹിബ ഫാത്തിമയുടെ 1 പോയിന്റ് മൈനസ് ആക്കി. അപ്പം നിങ്ങൾക്ക് അടുത്ത ചോദ്യം. നിങ്ങൾക്ക് ടൂറ് പോകാൻ ഇഷ്ടമുള്ള സ്ഥലമോ അങ്ങനെ എന്തെങ്കിലും കമ്പനികളുടെ പേരോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും മതി. സ്ഥലം തന്നെ പറയണമെന്നില്ല. പറഞ്ഞു. പാർക്ക്. അമ്യൂസ്മെന്റ് പാർക്ക്. താമരശ്ശേരി ചുരം കറങ്ങിപ്പോവാൻ. മണാലി തണുപ്പുകൊള്ളാൻ പോവാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും അതിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവ്? ഓക്കെ. ഓക്കെ, താമര. ഇവിടെ ആ ആള് ആമ്പലാണ് പറഞ്ഞത്. അത് അല്ലിത്താമര. അപ്പം അത് മൈനസ് മാർക്കായി. ഇല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കായിരുന്നു. ഇതിപ്പോൾ അതെ. അപ്പം ഒരുത്തരം പറഞ്ഞു. അപ്പോൾ 1 പോയിന്റ് എക്സ്ട്രാ തായ്ക്ക് കൊടുക്കണം. 1 പോയിന്റ് മൈനസ് ആണ് ആയിക്ക്. മുമ്പേ മിസ്സായ മാർക്ക് എന്തായാലും തിരിച്ചു പിടിച്ചിട്ടുണ്ട്. കൊള്ളാം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സ്യം?
തിമിംഗലം. തിമിംഗലമാണോ ഇഷ്ടം? റോസ്റ്റ് ഓക്കെ ചെയ്താണ് ഞാൻ കഴിക്കാറുള്ളത്. ഓക്കെ. മായ്ക്ക് മത്തി. ഓക്കെ, പരിഞ്ഞിലാണ് ഇഷ്ടം. മത്സ്യം ചോദിച്ചോ പരിഞ്ഞിലെന്നാണ് പറഞ്ഞത്. അയല. അയലയാണ്. അപ്പോൾ ഈ പരിഞ്ഞിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കാൻ പറ്റുമോ അതോ വേറെ മത്സ്യം വല്ലതും ഉണ്ടോ? പരിഞ്ഞിലെന്നാണ് പറഞ്ഞത്. മത്സ്യം മീനെ ചോദിച്ചപ്പം നിങ്ങൾക്ക് വേറെ പറയാം പാ വെച്ചിട്ട്. പരവമീനുണ്ട്. അപ്പം പായ്ക്ക് ഹസ്നയ്ക്ക് 1 മാർക്ക് കുറഞ്ഞു. 1 മാർക്ക് ഇവിടെ നേരത്തെ പോയി കിട്ടി, തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ആള് തിരിച്ചു പിടിച്ചു. തിരിച്ചു പിടിക്കണം. അതെ അതെ. നമുക്കപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത മായാണ് ഉത്തരം പറയേണ്ടത്. നമ്മുടെ ഹിന ഫാത്തിമ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ? മഞ്ഞ. രക്ഷപ്പെട്ട്. പർപ്പിള്. ഓ എനിക്ക് വയ്യ. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. തക്കാളിയുടെ സ്വന്തം കളർ ചുമല. ഓ അതൊക്കെ അപ്പം ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റും. ഈ കളറുണ്ടോ ആ വെച്ച്? അട്ട കളറൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഉണ്ടോ കളർ വല്ലതും ഉണ്ടെങ്കിൽ പറയാം. തത്തപ്പച്ച ഉണ്ടായിരുന്നു. അപ്പൊ വീണ്ടും -1 മാർക്ക് വീണ്ടും പിടിച്ചിരിക്കുകയാണ്. അബദ്ധം പറ്റിപ്പോയി, പെട്ടെന്ന് കിട്ടിയില്ല, അതായിരിക്കാം. ഓക്കെ ഓക്കെ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ പറഞ്ഞു, ഒരുപാട് കണ്ടതും. ഏതാ? പ്രണയനിലാവ് ഒരാൾ പറഞ്ഞു. ദിലീപിൻ്റെ പ്രണയവിലാസമാണ് ഇതിൻ്റെ സുരേഷോൻ്റെ മോൻ്റെ. ഓ നല്ല കോമഡി പടമാണ്. ഓക്കെ. തലവൻ കൊള്ളാം. ആസിഫലിയുടെ പുതിയൊരു പടമാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് കിട്ടുന്നില്ല, ഒരുപാട് പടമുണ്ട് അദ്ദേഹത്തിൻ്റെ. ഓ ദിലീപിൻ്റെ പടം കോമഡി പടം ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഉത്തരം. അപ്പം അടുത്തത്, നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിങ്ങൾ ഒരുപാട് പേരുടെ പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ഏതാണ്? അമ്മിണി. അമ്മിണിയാണ് ഇഷ്ടപ്പെട്ട. ഓ അവിടെ വീട്ടിൽ വിളിക്കുന്ന പേരാ പൊന്നിന്ന്. പൊന്നു ആ പേര് തന്നെ ഇഷ്ടമെന്ന് പറഞ്ഞു. ഓ അത് ആ മിന്നു തന്നെ വീട്ടിൽ വിളിക്കുന്നത്. താരക്കുട്ടി. ഇത് തക്കൂന്നാ വീട്ടിൽ വിളിക്കുന്നത്. താക്കു പറയാറുണ്ട്. എന്നാലും അമ്മിണി. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങളിപ്പം എല്ലാവരും 10ാം ക്ലാസ്സും 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും ഒക്കെ ആയി. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ, ഉള്ള പേരൊക്കെ പറയണം, ഒപ്പിച്ച് പറയരുത്, ഗെയിമാണെന്നും പറഞ്ഞ്. ഇല്ലായിരുന്നില്ലേ? ഓക്കെ, എന്നാലും പറഞ്ഞോ. ആ ടീച്ചർ സാറ്. തോമസ് സാറുണ്ടല്ലോ. ടീച്ചർ സാറ് ഉദ്ദേശിക്കുന്നത് മഞ്ജു ടീച്ചർ, പാർവതി ടീച്ചർ, അമ്പിളി ടീച്ചർ. ഓക്കെ. അപ്പോൾ അവർ ഈ ടീച്ചർമാരൊക്കെ ചിലപ്പോൾ ഇത് കാണുമായിരിക്കും. എല്ലാ ടീച്ചേഴ്സിനും ഇഷ്ടമാണ്. എങ്കിലും ഏറ്റവും കൂടുതലൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഉത്തരം പറഞ്ഞു അവർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവി, വളർത്താനോ അല്ലെങ്കിൽ വൈൽഡോ ഏതായാലും മതി, ഇഷ്ടപ്പെട്ട ഒരു ജീവി. ഓ മുയൽ. പൂച്ച. കൊള്ളാം. അട്ടയാണ് ഏറ്റവും. ഇട്ടോണ്ട് അട്ട. എപ്പോഴൊരു അട്ടയെ തടങ്ങും. താവച്ച് പറ. ഓ തത്ത. കൊള്ളാം. മുയൽ പറഞ്ഞല്ലോ. എനിക്കിഷ്ടം. അത് കുഴപ്പമില്ല, ചോദ്യം ചോദിച്ചാൽ അപ്പം കുഴപ്പമില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളൊക്കെ എല്ലാ ദിവസവും കുളിക്കുമോ? നിങ്ങൾ എപ്പോഴാണ് കുളിച്ചത് ലാസ്റ്റ്? 10 മാസം മുമ്പ്. ഉമ്മതല്ല, ഇവിടെ ഇരുന്നപ്പോ ഒരു 10 മാസം മുന്നേ വിളിച്ചില്ലേ? ആ കരിയോ? അലക്കാൻ പോയത് കുളിച്ചത് എന്നാണോ എന്തോ അലക്കാൻ പോയത്? തിങ്കളാഴ്ച വിളിച്ചു കേട്ടോ. മഴ പെയ്തപ്പോഴാണ് വിളിച്ചത്. കഴിഞ്ഞ കണ്ട മഴ പെയ്തു. കഴിഞ്ഞ ആഴ്ച കണ്ടോ മഴ പെയ്തത്. അല്ലേ തന്നെ തിങ്കളാഴ്ച പറയുമ്പോൾ നിനക്ക് മൺഡേ പറയാമായിരുന്നു. ഞാൻ മൺഡേയിലാണ് വിളിച്ചത്. പക്ഷെ കുഴപ്പമില്ല, ആൻസർ രസകരമായിരുന്നു. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക്
പോകാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ്? അത്തിപ്പഴമാണ് ഇഷ്ടം. ഓക്കെ. തക്കാളി ഫ്രൂട്ട്സ് കൂട്ടാമല്ലോ. തക്കാളി വെജിറ്റബിൾ അല്ലേ? അല്ല, തക്കാളി ഫ്രൂട്ട്സ് ആണോ? അപ്പം തക്കാളി, മാങ്ങ, പപ്പായ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കട്ട മത്സരത്തിലേക്ക് പോവുകയാണ്. ഇനി ഏതാനും ആൻസർ ക്വസ്റ്റ്യനൂടെ ഉള്ളൂ. എല്ലാവരും പെട്ടെന്ന് പറഞ്ഞോണേ, ഇനിയും സമയം തരത്തില്ല, എന്നാൽ ഒരാൾ ജയിക്കണ്ടായോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി എന്ന് പറയുമ്പോൾ കമ്പനിയുടെ പേര് പറയാം, വണ്ടി പറയാം, എന്തുവാണെങ്കിലും പറയാം. താർ. ഓ കൊള്ളാം, താറാണ് ഇഷ്ടപ്പെട്ടത്. മിനി കൂപ്പറാണ് ഇഷ്ടം. ഓ എനിക്ക് മേല മിനി കൂപ്പർ ഇഷ്ടം. പോളോ, ഫോക്സ് വാഗന്റെ പോളോ ആണ് ഇഷ്ടം. ആനവണ്ടി KSRTC ആനവണ്ടിയാണ് ഇഷ്ടമെന്ന്. അപ്പം വേറെ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അതിനെ കൗണ്ടർ ചെയ്യാം. ഇല്ലെങ്കിൽ അത് അംഗീകരിക്കാം. സമയമില്ല, ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ ആനവണ്ടി അംഗീകരിച്ചിരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മായാണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷി, അത് വളർത്തു പക്ഷിയോ അല്ലെങ്കിൽ അപ്പുറത്തോടൊക്കെ പറന്നു വന്ന പക്ഷി, എന്തുവേണമെങ്കിലും പറയാം. പറഞ്ഞോളൂ. ഓ മഞ്ഞക്കിളി പറഞ്ഞ് രക്ഷപ്പെട്ട്. ഓ കൂടി ഉള്ളിയാ കിട്ടുന്നില്ല. മൈ കൗണ്ട് ഡൗൺ 5 4 3. അരയന്നും പക്ഷിയായിട്ട് എന്തായാലും പറഞ്ഞ് രക്ഷപ്പെട്ട്. താവച്ച് തത്ത പറഞ്ഞു, എളുപ്പമായിരുന്നു. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടി, വളർത്തുന്നതൊക്കെ ചെടി അല്ലെ കാട്ടുചെടിയോ എന്തെങ്കിലും പറയാം. പോച്ചയാണ് ഇഷ്ടം നിങ്ങൾക്ക്? ഇവിടെ ഇരിക്കുന്ന പോച്ചയെല്ലാം മര്യാദയ്ക്ക് വെട്ടി കളഞ്ഞോണം. ചുമ്മാ അല്ല ഇവിടെ എല്ലാം പോച്ച ഇരിക്കുന്നത്. അടേനിയാണോ ചെടി? തുളസി അല്ല, തുളസി. ഏതാ തുളസി? തുളസിയാണെങ്കിലും താഴെ ഉണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. മുല്ലയാണ് ഇഷ്ടം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം, ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, വസ്ത്രം, നിങ്ങൾ ഇടുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടിട്ടുള്ളതോ? പക്ഷേ പേരൊക്കെ കിട്ടണം. അതൊക്കെ ചില പേര് കിട്ടത്തില്ല. അപ്പം ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഇൻഡയറക്ടർക്ക് പറയുകയും ചെയ്യാം. ഓഹോ, നമുക്കത് നോക്കണം. അത് വെച്ച് വല്ല ഉണ്ടോന്ന്. തിളങ്ങുന്ന ഇഷ്ടം. ഓക്കെ. ഷൈനിങ് ഡ്രസ്, മഞ്ഞ കളർ ഡ്രസ്സാണ് ഇഷ്ടം. പച്ചയായിരിക്കും മിക്കവാറും. ഓ പച്ച ജീൻസും. അപ്പൊ വെച്ച ഡ്രസ്സ് വല്ലതും ഉണ്ടോ നിങ്ങൾക്ക്? പറയാമോ? അത് വസ്ത്രമാണ്. അതെ, അടിപ്പാട വസ്ത്രമാണ്. തിരിച്ചു പിടിച്ചു. അത് നേരത്തെ മിസ്സായ പോയിന്റ് തിരിച്ചു പിടിച്ചു. പോയിന്റ് കവർന്നെടുത്തു. അടിപ്പാവയിലൂടെ അസ്ന മാർക്ക് തിരിച്ചു പിടിച്ചു. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ചോറ് കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ ഒക്കെ കൂട്ടത്തിൽ കറി, ഇഷ്ടപ്പെട്ട കറി അതിൻ്റെ കൂട്ടത്തിൽ? ഓ തക്കാളിക്കറി. ഓക്കെ. മുട്ടക്കറി. ഓ കൊള്ളാം. പച്ചക്കറി കൊണ്ട് ഉണ്ടാക്കുന്ന സാമ്പാർ, അച്ചാറും കൂട്ടി അവള് ചോറും പുട്ടും എല്ലാം കഴിക്കുന്നത്. അപ്പൊ രാവിലെ പുട്ടൊക്കെ ആണെങ്കിൽ അച്ചാറും കൂട്ടിയും കഴിച്ചോളൂ. പരിപ്പുണ്ടായിരുന്നു. ശരിയാണല്ലോ, പരിപ്പ് കറി ഉണ്ടായിരുന്നു. പക്ഷെ പച്ചക്കറി വെച്ചുള്ള കറിയൊന്നും പറയാം. വെജിറ്റബിൾ കറി അല്ല, അതും അംഗീകരിക്കല്ലേ. വെജിറ്റബിൾ കറി നമ്മൾ കടയിലൊക്കെ ചെന്ന വെജിറ്റബിൾ കറി എന്നല്ലേ ചോദിക്കുന്നത്, പച്ചക്കറി. അപ്പോൾ അത് കുഴപ്പമില്ലെന്ന് തോന്നും. എന്താ പറയുന്നു? കുഴപ്പമില്ല. അപ്പം ഓക്കെ.
അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാർ കാണും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂട്ടുകാരുടെ ഒരാളുടെ പേര് ഉള്ളതൊക്കെ പറയണേ, ഒപ്പിച്ചൊന്നും പറയരുത്. എനിക്കിഷ്ടമുള്ള അറിയില്ല, എന്നാലും സമയം പോകുന്നു. കൗണ്ട് ഡൗൺ. മഞ്ജു, പാർവതി, അക്ഷിത. ആരാണ്? താവച്ച് കിട്ടുന്നില്ല. കൗണ്ട് ഡൗൺ. തീർത്ത. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്, അത് പാട്ട് പാടണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആ അക്ഷരം വെച്ചിട്ട് പാടുക. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് മലയാളമോ ഹിന്ദിയോ തമിഴോ എന്ത് വേണമെങ്കിലും പാടാം. ഓക്കെ, കൂടുതൽ പാടണ്ട. അടുത്തത് ആ വെച്ച് ബാക്കി പാടാൻ കാര്യമായി, അല്ലെങ്കിൽ ഗെയിം നിർത്തിയിട്ട് ഓടേണ്ടി വന്നാൽ. കൽബിലെ പാട്ടാണോ അത്? നേരത്തെ പാട്ടത് അഭിലാഷം. പുതിയ പടം, നല്ല പടം എന്ന് പറയുന്നത് കേട്ടോ. മാ വെച്ച് പാടൂ. ഇഷ്ടംപോലെ പാട്ടുകൾ കിടക്കുന്നു, കിട്ടുന്നില്ലേ? പാട്, അതെല്ലാവരും ഒന്ന് പാടന്ന. മോളി പാട്ടുണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഭരണം, മീൻസ് ഓർണമെൻറ്റ്സ്, ഇഷ്ടമുള്ള എന്തുവാകാം? പറയൂ. ഒന്നും കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ഉണ്ട്, എനിക്കൊരെണ്ണം കിട്ടി. ആ വെച്ച് 5 4 3 2 1. ഉണ്ടോ വല്ലതും? മയക്ക് അടുത്താക്ക്. ഓക്കെ. ഇളക്കത്താലി എന്നല്ലേ പറയുന്നത്? അടുക്കത്താലി എന്തോ പറയുന്നത്? ഇളക്കത്താലി ഇതാ. ഓക്കണോ? -ആണ്. അപ്പോൾ അടുത്താക്ക് മയക്ക് കൊടുക്ക്. ഇഷ്ടപ്പെട്ട ആഭരണം, ഓർണമെന്റ്സ്. താലിയുണ്ട്. ഓക്കെയാണ്. മാല. പാദസരം പറയാം. ഓക്കെ. അടയാഭരണം അങ്ങനെയൊക്കെ പറയത്തില്ലെന്തോ? നിങ്ങൾ ആ വെച്ച് പറഞ്ഞോ. ഒരെണ്ണം പറഞ്ഞാൽ പോയിന്റ് കിട്ടും. ആരെങ്കിലും ഉണ്ടോ? അരഞ്ഞാണോ? ആരാ പറഞ്ഞേ? അരഞ്ഞാണോ? നേടാത്ത മാള. അരഞ്ഞാണോ പറഞ്ഞ ഒരു പോയിന്റ് നേടി. ഒരാളുടെ പോയിന്റ് പോയി. ഒരാൾക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അലുക്കത്തോ? അലുക്കത്ത് പറഞ്ഞു. ഇളക്കത്താലി അങ്ങനെ കേട്ടിട്ടുണ്ട്. അരഞ്ഞാണോ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് മായ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ചുറ്റിലും ഒരുപാട് അയൽവാസികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ആരുടെയെങ്കിലും പേര്, അടുത്തുള്ള ആരുടെയെങ്കിലും പേര് പറയുക. കൗണ്ട് ഡൗൺ ഉണ്ട്. 5 3. ഓക്കെ. അടുത്ത ആള് മായ ചേച്ചി. അടുത്ത ആള് പറയൂ. പൊന്നുണ്ട്. ശരിയാണ്. അമ്മു ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് ഉത്തരം പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു രോഗത്തിൻ്റെ പേര്, ഒരു അസുഖത്തിൻ്റെ പേര് പറ. ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, ആർക്കും വരാതിരിക്കട്ടെ. എന്നാലൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുകയാണ്. ഒരുപാടുണ്ടല്ലോ, പറയുക. ഓക്കെ, രക്ഷപ്പെട്ട്. ഓക്കെ.
ആ അതും പറഞ്ഞ്. തൊണ്ടവേദന. തൊണ്ടവേദന ഉദ്ദേശിക്കുന്നത് വേറെ എന്തെങ്കിലും ഉണ്ടോ? തൊണ്ടവേദന കുഴപ്പമില്ല. തക്കാളിപ്പനി. തക്കാളിപ്പനിയും ഉണ്ട്, തൈറോയിഡും ഉണ്ട്. തൊണ്ടവേദന ഉദ്ദേശിക്കുന്ന തൈറോയിഡ് പറയാൻ വേണേ. അപ്പോൾ ഓക്കെ, അപ്പം നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ മനസ്സിൽ തോന്നിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. നിങ്ങളുടെ അച്ഛൻ്റെ പേര്, ഫാദറിൻ്റെ പേര്. ഓക്കെ. ഓ അച്ഛന്റെ പേര് സജ്ജാദ്. തന്തയുടെ പേര് എന്നെ തന്നെ എന്തൊക്കെ വിളിച്ചു. പറ കൗണ്ടർ തുടങ്ങും. പറയൂ, കൗണ്ടർ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഉത്തരം പറഞ്ഞോ, ഒരാളുണ്ട്. ഓഹോ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇവർക്ക് കിട്ടിയ പോയിന്റുകളൊക്കെ എത്രയാണെന്ന് നമുക്ക് കൂട്ടിയിട്ട് പറയാം, നോക്കാം. ലെറ്റർ ചലഞ്ച് മത്സരത്തിൽ നമ്മുടെ മാ എന്ന അക്ഷരത്തിൽ മത്സരിച്ച ഹിന ഫാത്തിമ വിൻ ചെയ്തിരിക്കുന്നു. വിജയകരമായി ട്രോഫി കൊടുത്തിരിക്കുന്നു. ഓ, subscribe our channel.